നമസ്കാരം. പെരുന്നാളായിട്ട് നല്ല കുറച്ച് രസം വിളമ്പിയാലോ? നല്ലൊരു ഓണമായിട്ട് കോഴി ബിരിയാണി ഒന്നും ഇല്ലേ എന്ന് മാമുക്കോയ ചോദിച്ച പോലെ, ഇത് മാമുക്കോയ ചോദിച്ച പോലെയല്ല, ശരിക്കും നല്ല കുറച്ച് രസം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പെരുന്നാളായിട്ട് മീഡിയ വൺ നൽകുകയാണ്. നല്ല മധുരമുള്ള രസം. സ്വാഗതം പാട്ടിൻ്റെ രസക്കൂട്ടം എന്നീ പരിപാടിയിലേക്ക്. രസം എന്ന ബാൻഡിലൂടെ ശ്രദ്ധേയരായ രണ്ട് കലാകാരന്മാർ സൈനുൽ ആബിദും ഒപ്പം ദക്ഷൻ കുമാറുമാണ് ഈ പെരുന്നാൾ ദിനം നമ്മുടെ അതിഥികൾ. സൈനുൽ ആബിദ് ഗായകനാണ്, ദക്ഷൻ നല്ല ഒന്നാം തരം ഒരു കീബോർഡിസ്റ്റാണ്. രണ്ടുപേരും ആക്ച്വലി കമ്പോസേഴ്സാണ്. ഒരാൾ നമ്മളിപ്പോൾ പാട്ടുകാരനായിട്ടാണ് വെച്ചത് അല്ലേ? ഇന്ന് രസം എന്ന ബാൻഡ്, അതിൻ്റെ ഏറ്റവും പുതിയ വർക്ക് ഒരു കോഴിക്കോടൻ പ്രണയം. ഇപ്പോൾ അത് കഴിഞ്ഞ മാസമാണ് ഇറങ്ങിയത്. അത് എങ്ങനെയുണ്ട് ആളുകളുടെ റെസ്പോൺസ്? കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സരിഗമ ഓഡിയോസ് എന്ന യൂട്യൂബ് കമ്പനിയിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു അൺപ്ലഗ്ഡ് പ്ലസ് ഒരു ലവ് സോങ്, ആ ഒരു മൂഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പൊക്കെ നിങ്ങൾ ഈ അൺപ്ലഗ്ഡ് മാത്രമായിരുന്നു, കുറെ കൂടി ഒരു ആൽബം എന്നുള്ള ലൈനിലാണ് ഇത് ഇറക്കിയത്? അല്ല, നമ്മൾ നേരത്തെ ചെയ്ത വർക്കുകളുണ്ട്, ചെയ്തിട്ടുണ്ട്. ശരി, ഇത് വെച്ച വർക്കുകൾ പറയേണ്ടത് എന്താ പറയുക, പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തള്ളും കൂടുതൽ പാട്ടും എന്നതാണ് ഇത്രയും നേരം പറഞ്ഞ് ഫുള്ള് ഉള്ളതാണ്. ഇനി അങ്ങനെ തള്ളാൻ പോകുന്നത്. അപ്പോഴേ നമ്മൾ പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു പാട്ട് ബക്രീദിൻ്റെ വിശ്വാസവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഉടനെ കഴുത്തൻ്റെതറും. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് തുടങ്ങാം. ഉടനെ ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പാ, ഉടനെ കഴുത്തെൻ്റെതറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പാ, ആറ്റ കനിമോനെ ഇതാ നിന്നെ പോ, ഏറ്റം സുഖം എൻ്റെ മനസ്സിനെ പോ, ആറ്റ കനിമോനെ ഇതാ നിന്നെ പോ, ഏറ്റം സുഖം എൻ്റെ മനസ്സിനെ പോ, നേരം കളയാതെ അറുക്കു പാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കു പാപ്പാ, നേരം കളയാതെ അറുക്കു പാപ്പാ, നേരെ പിടിവാൾ വെച്ചറുക്കു പാപ്പാ. ഗംഭീരം. അപ്പോൾ പിന്നെ ദക്ഷൻ ഒക്കെ വലിയ പുള്ളികളാണ്, നമ്മൾ കാണുന്ന പോലെയല്ല. ദക്ഷനാവട്ടെ യേശുദാസിൻ്റെ കൂടെ വർക്ക് ചെയ്തു, SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തു. നല്ല വയസ്സൊന്നുമില്ല. സൈനുൽ ആബിദ് ആവട്ടെ അലക്സ് പോളിൻ്റെ കൂടെ, പ്രേക്ഷകർക്ക് മനസ്സിലാവും, അലക്സ് പോളിൻ്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് രണ്ടുപേരും കണ്ടുമുട്ടിയതും ഈ ഒരു ടീം എങ്ങനെയാണ് ഒത്തത്? വളരെ അവിചാരിതമായിട്ട് ശരിക്കും കണ്ടുപിട്ടിയത്. നമ്മളെ കോഴിക്കോടുള്ളൊരു സ്റ്റുഡിയോയിൽ ഒരു വർക്കിന് ഞാൻ ചെന്ന സമയത്ത് അവനവിടെ ഒരു വർക്കിനുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് പരിചയപ്പെട്ട് നമ്പറൊക്കെ മേടിച്ചു. അവനൊരു ശ്രീലങ്കൻ ഒരു ആൽബം ഉണ്ടായിരുന്നു അവരെ അവിടുത്തെ ഒരു ടീമിൻ്റെ. അപ്പോൾ അതുമായിട്ടാണ് ഞാൻ അവനെ കാണുന്നത്. പിന്നെ നമ്പറൊക്കെ മേടിച്ചു. പിന്നെ കുറേ കാലത്തിന് ശേഷം ഞാനിങ്ങനെ, ഞങ്ങൾക്കൊരു വേറൊരു ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ അതിൽ നിന്നും പോയ സമയത്ത് അവനോട് ചോദിച്ചു, ദക്ഷൻ നമുക്ക് ഇല്ല ഏട്ടാ, ഞാനിപ്പോൾ അങ്ങനെ വലിയ വർക്കുകളൊന്നും ചെയ്യുന്നില്ല, എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഞാനൊരു പ്രാവശ്യം ദക്ഷനെ വിളിച്ചു, ദക്ഷൻ നമുക്ക് ഒന്നുകൂടെ ഒരു ടീമായിട്ട് ചെയ്തുകൂടെന്ന്. അപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല ഞാൻ ചെറിയ കളിക്കൊന്നുമില്ല, വലിയ വലിയ കളിയാന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നോട് ഇങ്ങോട്ട് മെസ്സേജ് ചോദിച്ചു, ചേട്ടാ നമുക്ക് ഏട്ടൻ പറഞ്ഞ പോലെ ചെയ്താലോ എന്ന് വെച്ചു. അപ്പോൾ ആയിക്കോട്ടെ നമുക്ക് തുടങ്ങാം. അൺപ്ലഗ്ഡ് സോങ് ആണ് കൂടുതലും പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇഷ്ടം, പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ ആളുകൾ എൻജോയ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ന്യൂ നിങ്ങളുടെ ഒരു ഫസ്റ്റ് അൺപ്ലഗ്ഡ് സോങ് നിങ്ങൾ വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നത് യൂട്യൂബിലല്ല, നമ്മൾ പ്രോഗ്രാമിന് വായിച്ചു മന്ദാരച്ചപ്പുണ്ടായിരിക്കും വായിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അത് ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും തൈക്കുടം ചെയ്തതിൻ്റെ ശേഷം എല്ലാവരും ഇടയിലുള്ളൊരു പാട്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പാടുമ്പോഴും ഫസ്റ്റ് തുടക്കം വേട്ടാതെ പാടാൻ മന്ദാരച്ചപ്പുണ്ട്. അപ്പോൾ അതിങ്ങനെ പാടി തുടങ്ങി രണ്ടുപേരും പാടും, രണ്ടുപേര് മന്ദാരച്ചപ്പുണ്ട്. എന്നിട്ട് നമുക്ക് കൂടുതൽ മാപ്പിളപ്പാട്ടിലേക്കൊക്കെ ആയിക്കോട്ടെ. തീർച്ചയായും.
എന്തുമുണ്ടോ മനം പാടിത തൂവലുണ്ടോ ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചെപ്പുണ്ടു മാണിക്യക്കല്ലുണ്ടു കയ്യിൽ വാർമതിയേ പൊന്നും തീനും വയമ്പുമുണ്ടോ വനം പാടിത തൂവലുണ്ടോ ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. പിന്നെ ദക്ഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കൂടെ യേശുദാസിൻ്റെ കൂടെയൊക്കെ എങ്ങനെയായിരുന്നു ഈ കീബോർഡ് മേഖലയിലേക്ക് വന്ന മ്യൂസിക് കമ്പോസർ ആയത്? ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പഠനമൊക്കെ എങ്ങനെയാണ്? ഞാൻ കറൻ്റ്ലി ഇപ്പോൾ PhD ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PhD ഇൻ ഫുഡ് ടെക്നോളജി. പക്ഷേ ഇത് മ്യൂസിക് ചെറിയ വയസ്സ് തൊട്ട് അറ്റ് ദി ഏജ് ഓഫ് 5 ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ തൊട്ട് വോക്കലും കീബോർഡും മ്യൂസിക് പ്രൊഡക്ഷൻ, കമ്പോസിങ്, പ്രോഗ്രാമിങ്, പിന്നെ അതുകൂടാതെ സാറ് പറഞ്ഞ പോലെ ലെജസിന് കൂടെ വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ യേശുദാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ മാപ്പിളപ്പാട്ട് പ്രേക്ഷകർക്കിടയിലും യേശുദാസ് ഇട്ട കുറേ സംഗതികളുണ്ട്. ഇപ്പോൾ മൗത്തുമയാത്തിനും നമ്മുടെ മനസ്സിലൂടെ എളുപ്പത്തിൽ കടന്നു വരുന്ന മാപ്പിളപ്പാട്ടുകളാണ്. ഒരുപാട് അല്ലേ? മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ മനസ്സിൻ മുറാദുകളറിയുന്നോനേ മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ മനസ്സിൻ മുറാദുകളറിയുന്നോനേ നിത്യവും നിന്റെ മുന്നിൽ സുജൂദിൽ വീണേ നീറും വ്യഥയെണ്ണി പറഞ്ഞിടുന്നേ മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ മനസ്സിൻ മുറാദുകളറിയുന്നോനേ. ഓക്കെ, അപ്പോൾ സൈനുൽ ആബിദ് കോഴിക്കോട്ടുകാരനാണ്, പൂവാട്ടുപറമ്പ് അല്ലേ? പൂവാട്ടുപറമ്പാണ് ഞാൻ താമസിക്കുന്നത്. ഒരു ഗായകനായത് എങ്ങനെയാണ്? ഞാൻ ഗാനമേളയിലാണ് കൂടുതലും അല്ലേ? ഗാനമേള ഫീൽഡിൽ ഏകദേശം വന്നിട്ട് ഏകദേശം 20 കൊല്ലം ആയിട്ടുണ്ടാവും. പിന്നെ പ്ലേ ബാക്കും പാടിയില്ലേ? പ്ലേ ബാക്ക് ഞാൻ അലക്സ് പോൾ സാറിൻ്റെ കൂടെയുള്ള സമയത്ത് ക്ലാസ്മേറ്റ്സിൽ അതിൻ്റെ വർക്കിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു പടം ചെയ്തു, പക്ഷെ പടം ഇറങ്ങിയിട്ടില്ല. ഒരു തിങ്കളും താരങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിരുന്നു. ഈ ഗാനമേളയിലെ ആൾക്കൂട്ടത്തിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്. പലതരത്തിലുള്ള മനുഷ്യരുണ്ടാവും. അവരല്പം പാട്ട് കേൾക്കാൻ വന്നവരായിരിക്കില്ല, അടി ഉണ്ടാക്കാൻ ആളുകളുണ്ടാവും, വെറുതെ വന്നവരുണ്ടാവും, ചില ആൾക്കാർ മ്യൂസിക് സെൻസ് എൻജോയ് ചെയ്യാൻ വന്നവരുണ്ടാവും. പാടൂല, അതും അടിയാറൊന്നും കിട്ടിയില്ലല്ലോ അല്ലേ? അപ്പൊ ദക്ഷൻ ഈ PhD എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഏരിയയാണ്. അതെ, ഒരുപാട് പഠിക്കാനുണ്ടാവും. അതൊരു വലിയ ഒരു സൈഡിൽ വേണം. അതിനിടയിലാണ് ഈ മ്യൂസിക് കൊണ്ടുപോകുന്നത്. വലിയ വലിയ അവസരങ്ങളൊക്കെ വരാറുണ്ടോ? ഇപ്പോൾ അടുത്തൊക്കെ ഈ രസം ബാൻഡിന് അപ്പുറത്തേക്കുള്ള ഒരു തീർച്ചയായിട്ടും വരാറുണ്ട്, ചെയ്യാറുണ്ട്. രണ്ടും മാനേജ് ചെയ്ത് പോകാന്നുള്ളതാണ് ടാസ്ക്. നമുക്ക് ചെറിയൊരു പെർഫോമൻസ് കൂടി ഇൻസ്ട്രുമെൻ്റൽ ആണോ? ഇൻസ്ട്രുമെൻ്റൽ. ഓ തീർച്ചയായിട്ടും പെർഫോം. തമിഴ് പാട്ടുകളോടാണ് ദക്ഷന് കൂടുതൽ ഇഷ്ടം? അങ്ങനെയല്ല, മ്യൂസിക്കിന് ലാംഗ്വേജ് ഇല്ല എന്നാണ് പറയാം. പ്രത്യേകിച്ച് A.R. റഹ്മാൻ സാറിൻ്റെ കമ്പോസിഷൻ വളരെ ഇഷ്ടമാണ്. സോ അതിനാണ്ട് ഒരു A.R. റഹ്മാൻ സാറിൻ്റെ ഒരു കമ്പോസിഷൻ. ബേസിക്കലി ഫ്രം തമിഴ്നാട്, സേലം. അതെ അതെ. ഈ മാപ്പിളപ്പാട്ട് എന്നാണ് കേട്ട് തുടങ്ങിയത്? മാപ്പിളപ്പാട്ട് ഫ്രം ദി ചൈൽഡ്ഹുഡ് തൊട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ സ്റ്റേജ് ഷോസ് കാണാറ് പോവാണ്. ആ ഒരു ഫ്ലേവർ വേറെയാണ്.
ഫിലിം സോങ് ഇതായിട്ട് ആ ഒരു ഫ്ലേവർ തന്നെ. എന്താണ് മറ്റു പാട്ടുകളിൽ നിന്ന് മാപ്പിളപ്പാട്ടിനുള്ളൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് എന്താ ദക്ഷിണ? സ്പെഷ്യാലിറ്റി അല്ല, താളോ ആ താളാണ്. ഓൾമോസ്റ്റ് എല്ലാ സോങ്ങിനും സെയിം താളമാവും, സെയിം ഇതാവും, പക്ഷെ അതിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ ഡിഫറെൻ്റ് ആവും ഓരോരോ സോങ്ങിനും. അതാണ് അതിൻ്റെ യൂണിക്നെസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ സൈൻലാബിത് ഈ മാപ്പിളപ്പാട്ടുകൾ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ കുറേയേറെ കണക്റ്റായി വരുന്നൊരു സമയം കൂടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ മുഹസിൻ പരാരിയുടെ സിനിമകൾ, സുലൈഖ മൻസിൽ, ഇതിലൊക്കെ പഴയ മാപ്പിളപ്പാട്ടുകളുടെ റീമിക്സ് വേർഷൻ ഇറക്കി. റീമിക്സ് നമുക്ക് പറഞ്ഞുകൂടാ, അതിന് ഒരു അൺപ്ലഗ്ഡ് പോലെ. പക്ഷെ അത് ആളുകൾ വലിയ തോതിൽ ഏറ്റെടുത്തു. അന്ന് ആ പഴയ വേർഷൻ കേട്ടതിനേക്കാൾ കൂടുതൽ പഴയ തലമുറ ഗംഭീരമായി ഹൃദയത്തിലേറ്റിയ പാട്ടുകളായിരുന്നു. പക്ഷെ ആ പഴയ വേർഷൻ പുതിയ തലമുറയ്ക്ക് എന്തോ അത്ര അങ്ങോട്ട് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അതിന് പുതിയൊരു റീമിക്സ് വേർഷനിൽ ഇറങ്ങിയപ്പോൾ വലിയ സ്വീകാര്യത. എങ്ങനെയാണ് ഈ മാപ്പിളപ്പാട്ടുകളെ പുതിയ സിനിമയിലേക്ക് എടുക്കുന്നതും അതിൻ്റെ ഒരു പുതിയ വേർഷൻ? എനിക്ക് തോന്നുന്നു അതും ഒരു ബിസിനസ് ട്രിക്കായിരിക്കും ചിലപ്പോൾ. അസത്യമല്ല സത്യം. അത് ഒന്നുകൂടെ ആളുകൾ ആ സാധനം നന്നായിട്ട് കേൾക്കുന്നുണ്ടെന്നുള്ള. പിന്നെ ഇങ്ങനെ ഒരു സാധനം കൂടെ വരുന്ന സമയത്ത് റീമിക്സിന് ചിലപ്പോൾ നല്ല പാട്ടൊക്കെ റീമിക്സ് ചെയ്ത് വൃത്തിയേടാക്കിയതുകൊണ്ട്, മാപ്പിളപ്പാട്ട് മാത്രമല്ല എല്ലാ പാട്ടും ഒരു കോലത്തിലല്ലാത്ത DJ ഒക്കെ ഒരു സാധനങ്ങളൊക്കെ ചെയ്ത് ഒന്നിനും പറ്റാത്ത കോലത്തിലാക്കിയുണ്ട്. പക്ഷെ മ്യൂസിക്കിൽ വ്യത്യാസമൊന്നുമില്ല, അതിന്റെ താളത്തിലൊന്നും വ്യത്യാസമില്ല. പിന്നെ മീൻസ് അതിന്റെ ഈണത്തിൽ പാടി വെച്ചതിനേക്കാളും കുറച്ചുകൂടെ എന്താ പറയുക, ചില പാട്ടിൽ നന്നായിട്ട് പാടിയിട്ടുണ്ട്, നേരത്തെ പാടിനേക്കാൾ കുറച്ച് ചിലപ്പോൾ റെക്കോർഡിങ് ക്വാളിറ്റി ആയിരിക്കും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിട്ട് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റെക്കോർഡിങ്ങിനേക്കാളും കൂടുതലും ആളുകൾ അന്നൊക്കെ ഒരു പാട്ട് കേട്ട് പിന്നെ അത് കേൾക്കണമെങ്കിൽ ഒന്നുകിൽ ആ കാസറ്റും കാര്യങ്ങൾ ഒരു ത്രൂ ഔട്ട് ഒരു പാട്ട് കേൾക്കുന്നില്ല. ഒരു പാട്ട് കേട്ട് കുറേ കാലം കഴിഞ്ഞ് ചിലപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പാട്ട് നമ്മൾ പിന്നൊന്ന് കേൾക്കുന്നത്. ഇപ്പോഴങ്ങനല്ലല്ലോ, അത് കേട്ട് ഒരു 100 വട്ടം വേണമെങ്കിലും നമുക്ക് ഒരേപോലെ ഇരുന്ന് കേൾക്കാൻ പറ്റിയൊരു. പണ്ട് നമ്മൾ റേഡിയോയിലും ഈ കാസറ്റ് ഒക്കെ ഇട്ട് കേൾക്കാൻ അത് ഭയങ്കര പരിധികളുണ്ടല്ലോ. പുതിയ ഇൻസ്ട്രുമെന്റ്സ് വന്നു, കുറെ കൂടി നമ്മുടെ ഈ സംഗീതാസ്വാദനം കുറെ കൂടി വൈഡായി അല്ലേ? അതെ 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 അതെ. പക്ഷെ നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാം. ഒരു പാട്ടുകൂടെ. അപ്പോൾ ഹജ്ജിന്റെ സമയമാണ്, നമുക്ക് വേഗത്തിൽ ഹജ്ജുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാട്ടാവാം ഒരു മാപ്പിള. മക്കാ മണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. അപ്പോൾ രസം അല്ലേ, ഒരു ന്യൂജൻ ഒരു ട്രെൻഡ് പിടിച്ചിട്ട പേരാണോ അതോ കുറച്ച് വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആക്കിയതാണല്ലേ? പക്ഷെ നമ്മളൊരു ബാൻഡിനൊരു പേരിടുമ്പം കുറെ കൂടി നമ്മൾ ചെയ്യുന്ന വർക്കുകൾ, അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾ ഒക്കെ കുറെ കൂടി അതിന് ചേർന്ന് പോകണം എന്നുള്ളൊരു തോട്ട് വരാറുണ്ടോ? അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പോൾ ആൾക്കാരൊക്കെ ഡിഫറെൻറ്റ് മൈൻഡഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും യുണീക്നെസ് തോന്നിയാൽ ആൾക്കാർ അതിലേക്ക് നോട്ടീസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ രസം എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു മീനിങ് ആണ്, തമിഴിലൊരു മീനിങ് ആണ്, കന്നഡത്തിലൊരു മീനിങ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ പോയി നമ്മൾ പെർഫോം ചെയ്യുമ്പോഴും അതിനായിട്ട് അവിടുത്തെ ഒരു യൂണീക്നെസ് നമുക്ക് കിട്ടും. സോ അതാണ്. അപ്പോൾ ഒരു കോഴിക്കോടൻ പ്രണയം ലാസ്റ്റ് വർക്ക്, നിങ്ങളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് അൺപ്ലഗ്ഡ് ഓക്കെ, നമുക്ക് സ്ക്രിപ്റ്റ് നേരത്തെ തന്നെ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് പാടേണ്ട പണിയാണ്. പക്ഷെ ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിറിക്സ് മറ്റു വർക്കുകളെല്ലാം ഒരു വലിയ പ്രോസസ്സാണ്, കുറച്ച് ടാസ്ക് ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ്, എത്ര സമയം വേണ്ടി വരും ഒരു ആൽബം ചെയ്യാൻ വേണ്ടി? അത് ഈ അടുത്തായിട്ട് വന്നൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു 1 മിനിറ്റ് സോങ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ഹാഷ്ടാഗ് ഒക്കെ ഇട്ടുകൊണ്ട് സിത്താരേച്ചി ചെയ്തിരുന്നു, ഷഹബാസ് അമൻ സാർ ചെയ്തു, അങ്ങനെ കുറേ ആൾക്കാർ ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. ചെയിൻ അല്ല, ഒരു 1 മിനിറ്റ് സീരീസ് ഒരു പാട്ട് 1 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഒരു പാട്ട്. ഇറ്റ് ക്യാൻ ബി ഒറിജിനൽ ഓർ കവർ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു പാട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ചെയ്ത് വന്നപ്പോൾ പാട്ട് 3 മിനിറ്റ് ഉണ്ടായിരുന്നു. ഒരു പാട്ടിലേക്ക് ഒരു വരിയിൽ വിചാരിച്ച വരെ കൊള്ളുന്നില്ലായിരുന്നു. അത് പാട്ട് എഴുതിയത് സുലൈമാൻ ബാബു കല്ലമ്പാറ, നമ്മളെ കല്ലമ്പാറ ഉള്ള ഒരാളാണ് ആ പാട്ട് എഴുതിയത്. ശരിക്കും പാട്ടിലെ ലൈൻസിനൊരു വലിയ, പിന്നെ മ്യൂസിക്കിനേക്കാൾ മ്യൂസിക്കിനോളം തന്നെ അതുപോലെ തന്നെ ഈക്വലാണ്. രണ്ടും നന്നായി കഴിഞ്ഞ് ഒരേമാതിരി നിൽക്കുമ്പോഴേ ആ പാട്ട് നന്നാവുള്ളൂ. നമുക്ക് അത് 2 വരികൾ. കോഴിക്കോടൻ കാറ്റിൽ ഒരു കട്ടൻ ചായ ചൂടി, കോഴിക്കോട്
ഒരു കണ്ടൻ ചായ ചൂടിൽ സ്വര പറഞ്ഞിരുന്നു, കണ്ണിൽ നോക്കിയിരുന്നു. മൈലാഞ്ചിയിട്ട കയ്യിൽ കിലുകുപ്പി വളകിലുങ്ങി, മൈലാഞ്ചിയിട്ട കയ്യിൽ കിലുകുപ്പി വളകിലുങ്ങി. സുറുമയിട്ട കണ്ണ ആ ചെഞ്ചടിഞ്ഞ ചൊടിയ, കഥകൾ ചൊല്ലി ചൊല്ലി അവൾ വീഴ്ത്തി എൻ്റെ കൽബും. കഥകൾ ചൊല്ലി ചൊല്ലി അവൾ വീഴ്ത്തി എൻ്റെ കൽബും. ആ കൽബിനറയിലൊന്നായി പരക്കം പാഞ്ഞു പെണ്ണ്. അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റും മ്യൂസിക്കും അതിൻ്റെ ചേർന്ന് വരുമ്പോൾ ആണ് ഒരു വർക്ക് ഗംഭീരം. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നതേ, ഈ ഒരു കോഴിക്കോടൻ പ്രണയം ഇപ്പോൾ നിങ്ങൾ പാടിയ ചെറിയ കുഞ്ഞു ലൈനാണെങ്കിലും കോഴിക്കോടിൻ്റെ എല്ലാ ഫ്ലേവറും, കോഴിക്കോടൻ ബീച്ചിൻ്റെ എല്ലാ ഫ്ലേവറും, കോഴിക്കോടിൻ്റെ സാംസ്കാരികതയുടെ നിറവും ഒക്കെ അതിനകത്തുണ്ട്. എങ്ങനെ നിങ്ങളുടെ ഒരു ടീം, കോഴിക്കോട് അങ്ങനെ ഒരു ടീം സെറ്റാവുന്നു, അവരൊരു കോഴിക്കോടൻ പ്രണയം, കോഴിക്കോടിൻ്റെ ഫ്ലേവർ എല്ലാം വെച്ചൊരു ആൽബം ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ഒരു ടീം വർക്ക്? എങ്ങനെയായിരുന്നു? നമ്മൾ ആക്ച്വലി കോഴിക്കോട് ബേസ്ഡ് ആണ് പ്രോപ്പർലി ബാൻഡ്. അപ്പോൾ എല്ലാവരും ബാൻഡ് എല്ലാ മെമ്പേഴ്സും കോഴിക്കോടാണ്. വേറെ ആരൊക്കെയാണ് ഉള്ളത്? നമ്മളതിൽ ഫീമെയിൽ സിംഗർ, റിതം പാഡ്, ഡ്രംസ്, വയലിനിസ്റ്റ് ഉണ്ട്, ബേസ് ഗിറ്റാർ, അക്കോസ്റ്റിക് ഗിറ്റാർ, എല്ലാ ഇൻസ്ട്രുമെൻ്റ് ടൈപ്പ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മൾ വീണ, സിത്താർ. എല്ലാവരും ജോയിൻ ചെയ്ത് എങ്ങനെയായിരുന്നു? നിങ്ങൾ രണ്ടുപേരുമായി ബാക്കിയുള്ള ആളുകളെ എടുത്തത്? നമ്മൾ ഓരോരുത്തർ, അതായത് ഇപ്പോൾ ഓരോരുത്തർ പറയും നമ്മൾ ഇന്നത് മതി അല്ല ഇന്ന സാധനം മതി, അതിനനുസരിച്ച് ആസ് പെർ ദി റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ ചെയ്യാറ്. നമ്മളതിൽ എല്ലാ മ്യൂസീഷ്യൻസും ഉണ്ട്. നമുക്കൊരു പ്രോഗ്രാം മ്യൂസിക് ഷോയോ അല്ലെങ്കിൽ ഗസൽ ഷോയോ ഒക്കെ ആണെങ്കിൽ അതിനുള്ളൊരു പ്രിപ്പറേഷൻ ഒരു ദിവസം, ഇപ്പോൾ ഇന്ന് രാത്രി ഷോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എപ്പോൾ തുടങ്ങണം? 2 ദിവസം മുമ്പ് നമ്മൾ നോക്കും, ഒന്ന് പ്രാക്ടീസ് ചെയ്യും, അതായത് ജാമിങ് പോലെ നോക്കും എല്ലാ പാട്ടുകളൊന്നും. സോങ് ലിസ്റ്റ് നമ്മൾ എവിടെയാണ്, കാരണം ഓരോരോ ഡിസ്ട്രിക്റ്റിലും ഓരോരോ ആൾക്കാരുടെ മൂഡ് വേറെ. കോഴിക്കോടിന്റെ ഒരു ഇതായിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ഒരു പരിപാടി ചെയ്യണമെങ്കിൽ അവർക്ക് ലാസ്റ്റ് ചെയ്ത് എവിടെയാണ്? ഗസൽ ടൈപ്പ് നമ്മളിപ്പോൾ ചെയ്തപ്പോൾ ലാസ്റ്റ് ചെയ്ത് ഇവിടെ ബീച്ചിലാണ് ചെയ്തത്. KLFന്റെ ഷോ ആണ് ചെയ്തപ്പോൾ. പാവക്കാട് പാട്ട് ഏതെങ്കിലും പെട്ടെന്ന് പാടാൻ പറ്റിയതുണ്ടോ? മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന, മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതള പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓർക്കാതിരുന്നപ്പോൾ, ഒരുങ്ങാതിരുന്നപ്പോൾ, ഓമലെ നീ എൻ്റെ അരികിൽ വന്നു, ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. ദാസേട്ടൻ്റെ പാട്ടുകളാണ് ഇഷ്ടമല്ലേ കൂടുതൽ? എനിക്ക് അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടോ? അനുകരിക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. ഒരു ടച്ച് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. പെരുന്നാളിൻ്റെ എങ്ങനെയാണ് പരിപാടികളൊക്കെ സാധാരണഗതിയിൽ? പെരുന്നാളിന് സാധാരണ രാവിലെ എണീക്കുന്നു, പള്ളിയിൽ പോകുന്നു, വൈകുന്നേരം മിക്ക പെരുന്നാളും പ്രോഗ്രാം ഉണ്ടാവില്ല ഞങ്ങൾക്ക്. ഞാൻ ഇപ്പോൾ ഒരു കുറച്ചായിട്ട് ഞാനും തന്നെ ഞങ്ങൾക്ക് ഈ അൺപ്ലഗ്ഡ് വീട്ടിലേക്ക് വരും. ദക്ഷൻ വീട്ടിലേക്ക് വരില്ല, നല്ല ആളെ വിളിച്ചാൽ തീരെ വരില്ല. പെരുന്നാളിന് വീട്ടിൽ കൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, പുറത്ത് കൂടുന്നു. ഉണ്ട് നമുക്ക് എന്തായാലും പ്രോഗ്രാമിന് ഉണ്ടാവും. എല്ലാ പ്രോഗ്രാമിനും അല്ല, എല്ലാ പെരുന്നാളും പ്രോഗ്രാം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ കൂടാനും ബുദ്ധിമുട്ടുണ്ട്. അതിനൊരു പ്രിപ്പറേഷൻസ്. അപ്പോൾ എങ്ങനെയാണ് പുതിയ വർക്കുകളൊക്കെ, അതിൻ്റെ ആലോചനകൾ? പുതിയ വർക്ക് ഇപ്പോൾ ഒരു ഡിവോഷണൽ സോങ് ഇറങ്ങാൻ പോവാണ്. സോ അത് കൂടാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോങ്ങും ഒക്കെ പ്രോഗ്രാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ റെക്കോർഡിങ്ങും പിന്നെ അതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സും പ്ലാൻ ചെയ്തിട്ടുണ്ട് നിൽക്കുന്നത്. നമ്മൾ ഈ വലിയ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന ചില വർക്കുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ആൽബങ്ങളൊക്കെ, അത് നമ്മൾ പ്രതീക്ഷ ഒരു ആക്സെപ്റ്റൻസ്, ഒരു സ്വീകാര്യതയോ വ്യൂവർഷിപ്പോ ഒക്കെ വരാതിരിക്കുമ്പോൾ വിഷമം വരാറില്ലേ? പിന്നെ അതൊരു വലിയൊരു വിഷമം തന്നെയല്ലേ. നമ്മൾ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചൊരു സാധനം ഹിറ്റ് ആവില്ല വിചാരിക്കുന്ന സാധനം ഏതാ അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി ചെയ്തിട്ട് അങ്ങനെ വലിയൊരു ആക്സെപ്റ്റൻസ് കിട്ടാതെ മണതിൽ നീ എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. മണതിൽ നീ അത് നമ്മൾ വേറെ ഒരു രീതിക്കാണ്
നമ്മൾ വിചാരിച്ചത്. പക്ഷെ അത് അത്രയും വ്യൂവർഷിപ്പ് അത് തമിഴായിരുന്നു. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമാവുന്നു. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം പുതിയ സിനിമകളിലൊക്കെ പഴയ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ റീമിക്സായി വന്നു. ഞാനിപ്പോഴും എനിക്ക് ഒരു റിമിക്സായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാട്ട് മൂസക്കാടെ മെഹറാജ് രാവിലെ കാറ്റയാണ്. സിനിമയിൽ ഒന്നുകൂടെ റിമിക്സ് ചെയ്ത് വരണം എന്ന് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതൊരു നിങ്ങളുടെ ഒരു പുതിയ ഇൻസ്ട്രുമെന്റ്സിലൂടെ കേൾക്കാനൊരു രസം ഉണ്ടാവുമല്ലോ. ലൈറ്റായിട്ടൊരു മെഹറാജ് രാവിലെ എന്നിട്ട് അവസാനിപ്പിക്കാം. അതോടുകൂടി അവസാനിപ്പിക്കാം. ഓക്കെ. മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ മിഹ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. ഗംഭീരം. നമ്മൾ മാപ്പിളപ്പാട്ടിൽ തുടങ്ങി മലയാള പാട്ടുകളിലൂടെയൊക്കെ പോയി ചുരുങ്ങിയ സമയമാണെങ്കിലും ബാബുക്കായിലൂടെയൊക്കെ വന്ന് തമിഴ് പാട്ടുകളും അതിൻ്റെ ചെറിയ വേർഷനും എല്ലാം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അടിപൊളിയായി പോയി. ഈ ഡേ നമ്മൾ ഇതിന്ന് ഒരു സ്പെഷ്യൽ ഡേ ആക്കി മാറ്റിയതിന് മീഡിയ വന്ന് വളരെ താങ്ക് യു. ഒരുപാട് നന്ദി. മ്യൂസിക് ഷോയും ഗസൽ ഷോയും അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു അവസരവും അനുഭവം വേണമല്ലോ. മീഡിയ വന്നോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സൈനുലാബ്ദീനും ദക്ഷനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്, എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. പാട്ടിൻ്റെ രസക്കൂട്ടം എന്ന ഈ പരിപാടി അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.